മുസീബത്തുകളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഈ നബിദിനാഘോഷം റബീഉൽ അവ്വൽ മാസം ആഘോഷിക്കുന്നത് തന്നെ എന്തിനാ? റസൂലുള്ളാഹിനെ പറ്റി പറയാൻ, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാനും റസൂലുള്ളാഹിനെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താനുമാണ് ഇതൊക്കെ ചെയ്യണത്. നമ്മുടെ പൂർവികർ ഉദ്ദേശിച്ചതും അതാണ്. പക്ഷെ ഇപ്പൊ റബീഉൽ അവ്വൽ ആയി കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. ഒരു വിഭാഗം നബിദിനാഘോഷം ശിർക്കാണ്, ബിദ്അത്താണ്, ഹറാമാണെന്നും പറഞ്ഞ ഒരു വിഭാഗം. അതിന് മറുപടി പറയാനായിട്ട് മറ്റൊരു വിഭാഗം. ഈ സോഷ്യൽ മീഡിയയും കൂടി വന്ന് നോക്കുമ്പോൾ രണ്ട് വിഭാഗത്തിനും അന്തെന്ന് പറഞ്ഞ ലെവലേഴ്സ് അല്ല. എന്താ പറയുന്നത്, പറയാൻ പറ്റണതാണോ, ദീനുമായി ബന്ധപ്പെട്ടതാണോ? സുന്നി മൗലവിമാരെന്ന് പറയുന്ന കുറേ തലീക്കട്ടന്മാർ, പിന്നെ ഇയാളുടെ റഹ്മത്തുള്ള ഖാസിമിൻ്റെ ഭാഷയിൽ പറഞ്ഞ കുറേ തലീക്കട്ടന്മാർ. അങ്ങനെ ഞാൻ വെറുതെ പറയണല്ല. ഇപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ കണ്ടതാണ്. മുജാഹിദ് മൗലവി ചോദിക്കുകയാണ്, ഇർത്തഖബ്തു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദാദ് ലക അഷ്കു ഫീഹിയ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഒരു മൗലവി തലീക്കെട്ടും നീളം കുപ്പായിട്ടൊരു ചങ്ങായി അടിച്ചു എന്നിട്ട് പറയുകയാണ്, ഞാൻ ഒരുപാട് പാപം ചെയ്തവനാണ് നബിയെ, അതൊക്കെ എനിക്ക് പുറത്തു തരണം നബിയെ എന്നാണ്. അപ്പം പറയുന്നേ മൗലവിയായി പറയണത്. അപ്പോൾ വേഷം കെട്ടികൾ എന്ന് വെറുതെ അല്ലല്ലോ ഇവരെ പറ്റി പറയണത്. അങ്ങനത്തെ കുറേ വേഷം കെട്ടികൾ ഇപ്പുറത്ത്. ഇത് മുജാഹിദീങ്ങൾക്ക് വലിയ കിട്ടല, അവരത് വലിയ സംഭവമാക്കി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതേപോലെ അപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സത്യത്തിൽ നബിദിനാഘോഷം എന്താണ് എന്ന് സുന്നികൾ പഠിക്കാത്തത് കൊണ്ട് അവർ രക്ഷപ്പെടുക. കാരണം മുജാഹിദീങ്ങൾക്ക് അതിനെപ്പറ്റി യഥാർത്ഥ വിവരം അവർക്കില്ല. എന്തിനാ എതിർക്കേണ്ടത്, എന്താ എതിർക്കുന്നത് ബോധം ഉണ്ടായിട്ടൊന്നല്ല മുജാഹിദീങ്ങൾ എതിർക്കുന്നത്. സുന്നികൾ ചെയ്യണു, ഞങ്ങൾ എതിർക്കണു. അപ്പൊ സുന്നികൾക്ക് അത് എന്താണ് അവരോട് പറയേണ്ടത്, മുജാഹിദീങ്ങളോട് എന്താ പറയേണ്ടത്, അത് സുന്നികൾക്ക് അറിഞ്ഞൂടാ. ഈ അറിവില്ലായ്മ അവർ മുതലെടുക്കുകയാണ്. അവർക്കും അറിയില്ല, ഇവർക്കും അറിയില്ല. ഞാൻ വെറുതെ പറയണതല്ല. സത്യത്തിൽ എന്താണ് ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് ചോദിക്കുകയാണ്. നിങ്ങൾ മനുഷ്യന്മാരെന്ന് പറയുന്നവരെ അല്ലാഹു തആല പല വിഭാഗങ്ങളാക്കിയാണ് പഠിച്ചത്. എല്ലാവരും ഒരേ നിലവാരമുള്ളവരും ഒരേ സ്റ്റാൻഡേർഡ് ഉള്ളവരും ഒരേ വിവരമുള്ളവരും ഒരേ പദവിയുള്ളവരും അല്ല. മനുഷ്യന്മാരിൽ പല വിഭാഗങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അൽ-ബഖറ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല മനുഷ്യരെ പല വിഭാഗങ്ങളായി വേർതിരിക്കണം. ഒന്ന് മുഅ്മിനീങ്ങൾ, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അന്ധമായി വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന വിഭാഗം. യുഅ്മിനൂന ബിൽ ഗൈബ്, അന്ധവിശ്വാസികൾ. കാണാതെ വിശ്വസിക്കുന്നവര്, കണ്ടിട്ടല്ലല്ലോ. മറ്റവരൊക്കെ കണ്ടാലേ വിശ്വസിക്കുള്ളൂ. നമ്മൾ അന്ധവിശ്വാസികളാണ്. നമ്മൾ അള്ളാനെ കണ്ടിട്ടില്ല, നബിനെ കണ്ടിട്ടില്ല, സ്വർഗം കണ്ടിട്ടില്ല, നരകം കണ്ടിട്ടില്ല. നമുക്ക് അന്ധവിശ്വാസമാണ്. അതാണ് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം. അത് കഴിഞ്ഞാൽ പിന്നെ കാഫിരീങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അത് കഴിഞ്ഞിട്ട് മൂന്നാമതൊരു വിഭാഗത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. മുനാഫിക്കുകൾ എന്നാണ് അവരെ ഖുർആൻ പറയുന്ന പേര്. എന്താ അവരെ പറ്റി പറയുമ്പോൾ അല്ലാഹ് പറയുന്നത്, വൈദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, ഖദീജ ബീവി, ബിലാൽ, സുഹൈബ്, ഇങ്ങനെയുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ, ആ സ്വഹാബത്ത്, ആ താബി, ആ പൂർവികര്, അവര് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുവീൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഖാലു ഇന്നമാ നഹ്നു അനുഅ്മിനു കമാ ആമന സുഫഹാ, ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കണോ? അബൂബക്കർ സിദ്ദീഖ് കാണാതെ വിശ്വസിച്ച വിഡ്ഢിയല്ലേ? ഉമർ ഫാറൂഖ്, ഉസ്മാന്, ഞങ്ങൾ ഓരോരുത്തരെ എണ്ണിയാലും അവരൊക്കെ കാണാതെ വിശ്വസിച്ച അന്ധവിശ്വാസികളാണ്. ഞങ്ങൾ അതിന് കിട്ടൂല, അവരൊക്കെ സുഫഹാണ്, വിഡ്ഢികളാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അലാ ഇന്നഹും ഹുമു സുഫഹാഉ വലാകിൻ ലാ യഅലമൂൻ. അവരാണ് യഥാർത്ഥത്തിൽ വിഡ്ഢികൾ, പക്ഷെ അവർക്ക് അവർ വിഡ്ഢിയാണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഖുർആൻ പറഞ്ഞൊരു വിഭാഗമാണിത്. അവർ യഥാർത്ഥത്തിൽ വിഡ്ഢികളാണ്, പക്ഷെ അവര് വിഡ്ഢികളാണ് അവർക്ക് അറിഞ്ഞൂടാ. അവരുടെ വിചാരം എന്താ? അവർ വലിയ ബുദ്ധിജീവികളാണ്. ഇതാ ഈ പറഞ്ഞ മുജാഹിദീങ്ങൾ പറഞ്ഞ വിഭാഗം. അവര് വലിയ ബുദ്ധിജീവികളാന്ന് അവർ വിചാരിക്കണത്, പക്ഷെ അവർ ലോക പൊട്ടന്മാരാ, ലോക മന്ദന്മാരാണ്. എന്താ അവർക്ക് അങ്ങനെ സംഭവിച്ചത്? ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ മനസ്സിൽ കുറച്ച് വിഷമുണ്ട്, കുറച്ച് രോഗമുണ്ട്. എവിടെ? പുറത്തു കൂടെയല്ല, നിസ്കാരത്തിലല്ല, നോമ്പിലല്ല, സക്കാത്തിലല്ല, പ്രസംഗത്തിലല്ല, പിന്നെ എവിടെയാ കേട്? ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഉള്ളിൽ അല്പം കേടുണ്ട്. ഫസാദഹുമുല്ലാഹു മറദ, അള്ളയാണെങ്കിൽ അതിലും വലിയ കുതിരകളിയാ. അല്ല എന്താ കാട്ടിയത്? ആ രോഗം മാറ്റിക്കൊടുക്കല്ലേ ഇത്? അല്ല ആ രോഗം ഒന്ന് കൂട്ടിക്കൊടുത്തു. ഖുർആനായി പറഞ്ഞു ഫസാദഹുമുല്ലാഹു മറദ. എന്നാ രോഗം ഉള്ളവരാണ് വിചാരിച്ചിട്ട് അല്ല ചെയ്യേണ്ട പണി എന്താ? അത് മാറ്റിക്കൊടുക്കുക വേണ്ട. അല്ല ചെയ്ത പണി എന്താ? ഫസാദഹുമുല്ലാഹു മറദ, അവരുടെ രോഗം അല്ലാഹു തആല അങ്ങോട്ട് കൂട്ടിക്കൊടുത്തു.
ഇതാണ് അള്ളാന്റെ പണി. സുന്നത്തില്ലായി തബദീൽ, അള്ളാന്റെ പതിവ് അങ്ങനെയാണ്. അല്ല അങ്ങനത്തെ ഒരു അങ്ങനെ തന്നെ ചെയ്യാൻ അഴുതുമില്ല, അല്ല നമ്മളെ കാക്കട്ടെ. അപ്പൊ എന്താ അവർക്കുള്ള കുഴപ്പം? അവരുടെ ആ കൽബിലുള്ള മറല്, ആ രോഗം അവരെ നന്നാവാൻ അനുവദിക്കൂല. എവിടെയാ കേട്? കേട് കൽബിലാണ്. കൽബിലാണ് കേടുള്ളത്. അതുകൊണ്ട് ആ കൽബ് നന്നാകാത്ത കാലത്തോളം, ആ രോഗം മാറാത്ത കാലത്തോളം അവർ പഴച്ച് അങ്ങനെ പോകും. പുതിയ പുതിയ പിഴവുകൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി പുതിയ പിഴവുകൾ അവർ അന്വേഷിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് മറ്റൊരായത്തിൽ, അമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, മനസ്സിൽ കേടുള്ള, ചായ്വുള്ള, സത്യത്തിൽ നിന്ന് അകന്നു പോയ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവര് ഫയത്തബിഊന മാ തശാബഹ മിൻഹു, പരിശുദ്ധ ഖുർആനിലെ ആശയം വ്യക്തമല്ലാത്ത ആയത്തുകൾ അവർ പിൻപറ്റും. ആശയം വ്യക്തമല്ലാത്ത ഒരുപാട് ആയത്ത് ഖുർആനിലുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞു. ഇപ്പം ഞാൻ ഇന്ന് കൂടി രാവിലെ വായിച്ചൊരു പുസ്തകമുണ്ട്, അവിടെ ഇരിക്കേണ്ടത് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട്. എന്താ, ഷെയ്ഖ് ഹുസൈമീൻ മണ്ടൊരു ഒരാളുണ്ടായിരുന്നല്ലോ, മക്കത്തെ ഇമാമായിരുന്ന ഒരാൾ, വലിയ മൗലിയരാണ്, വലിയ ആളാണ്. അയാളുടെ പുസ്തകം, അയാൾ എഴുതിയൊരു പുസ്തകത്തിന്റെ മലയാള പരിഭാഷ, അതില് ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ പട്ടിക നിരത്തിയിരിക്കുകയാണ്. പിന്നെ വിഷയവിവരം എന്നും പറഞ്ഞൊരു പുസ്തകത്തിന് തുടക്കത്തിൽ ഉണ്ടാവുമല്ലോ, ആ തുടക്കത്തിൽ തന്നെ കൊടുത്തിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ കൈകൾ, അള്ളാഹുവിൻ്റെ മുഖം, അള്ളാഹുവിൻ്റെ നാവ്, അള്ളാഹുവിൻ്റെ ചുണ്ട്, അള്ളാഹുവിൻ്റെ കാലുകൾ, അള്ളാഹുവിൻ്റെ വിരലുകൾ. ഇതൊക്കെ കൂടിയ ഒരു പ്രതിമയാണ് അവരുടെ അള്ളാഹ്. അവസാനം അവർക്ക് പറയാനുള്ള എന്താ? അള്ളാഹ്ക്ക് തലണ്ട് എന്ന് ഖുർആനിൽ എവിടെയും കാണാനില്ല, ബാക്കിയൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു അള്ളയിൽ വിശ്വസിക്കേണ്ട ഗതികേട് വന്ന എന്തുകൊണ്ടാ? അമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, ഈ കൽബില് പഴവുള്ള രോഗമുള്ള ഈ വടക്ക് കെട്ട ആളുകളെ അല്ലാഹു തആല അവര് ഫയത്തബിഊന മാ തശാബഹ മിൻഹു, ഇത്തരം ആയത്തുകളെ അവർ കാണുള്ളൂ, അവരതേ പിൻപറ്റുള്ളൂ. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്തിനാത്? വബ്തിഗാഅൽ ഫിത്നതി, നാശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഖുർആനാണ് ഈ പറയുന്നത്, സമുദായത്തിൽ നാശം ഉണ്ടാക്കുക. ആരെങ്കിലും റസൂലുള്ളാഹിനെ ഒന്ന് പഠിക്കുകയോ റസൂലുള്ളാഹിനെ മനസ്സിലാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇവർ കൊണ്ടുവന്നിട്ട് ഇത് കൊണ്ട് തുലും. ഇത് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇവര് പണ്ടേ എതിർക്കാൻ തീരുമാനിച്ച ഈ തെളിവുകളൊന്നും അവർക്ക് തെളിവല്ല. ഈ പറയണതൊക്കെ നുണയെന്ന് അവർക്കും അറിയാം. ഇതുപോലെ മുമ്പ് ഞാനൊരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു ജമാഅത്തുകാരൻ, ഈ പള്ളിയിൽ തൊപ്പി ഉണ്ടാവുമല്ലോ, ഓലത്തൊപ്പി, ഓലൻ്റെ തൊപ്പികൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു തൊപ്പി എടുത്തിട്ട്, കമ്മിറ്റിക്കാർ കുറച്ച് ആൾക്കാരുണ്ട്, ഒരു ജമാഅത്തുകാരനുണ്ടാണ്. അപ്പോൾ അയാൾ ഈ തൊപ്പി, പേര് ഞാൻ പറയുന്നില്ല, എനിക്കൊക്കെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ ഈ തൊപ്പി ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ട് ഇയാൾ പറയണം ഇത് വലിയൊരു അപകടം എന്ന് പറഞ്ഞ് ഇയാൾ ഈ തൊപ്പി. അപ്പോൾ എന്താ ചോദിച്ചു സെക്രട്ടറി. അപ്പോൾ ഇയാൾ പറയണം ഇതിൻ്റെ അടിയിലൊക്കെ പേനിരിക്കും, പേനില്ലാത്ത ആളുകളുടെ തലയിലേക്കൊക്കെ ആ പേന് പടരാൻ ഇടയാക്കും എന്ന് പറഞ്ഞ് ഇയാൾ. അപ്പോൾ ഈ സെക്രട്ടറി തിരിച്ചു ചോദിച്ചു, പേനൊന്നും ഇല്ലാത്തൊരു തൊപ്പി കൊണ്ടത് ഞാൻ തന്ന നീ തലയിൽ വെക്കുമോ ചോദിച്ചു. മൂപ്പര് തലമറക്കാതെ നിൽക്കരിക്കുള്ളൂ, അതിന് ന്യായീകരണമാണ് അതിൽ പേരുണ്ടാവുന്നത്. അതൊന്നും ഇല്ലാത്തൊരു തൊപ്പി ഞാൻ കൊണ്ട് തന്നാ നീ നിൽക്കരിക്കുമ്പോൾ അത് വെക്കോ? പിന്നെ എന്തിനാ പിന്നെ നീ വെറുതെ നുണ പറയാൻ നിൽക്കണത്? ഇതാണ് നബിദിനത്തിൽ എതിർക്കണ ഒരു കഥ. ഇവർ എതിർക്കാൻ ആദ്യം തീരുമാനിച്ചതാണ്. ഇവരുടെ കൽബിലുള്ള കേടാണ് അതിന് പ്രേരിപ്പിക്കുന്നത്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സ്വഭാവം സമൂഹത്തിൽ എപ്പോഴുള്ള ആളുകൾ ഉണ്ടാവും. ഇത് അവരുടെ കേടാണ്. ഇതിന് മറുപടി പറഞ്ഞിട്ട് ഇവരെ നന്നാക്കാന്ന് വിചാരിക്കണം, അതിലും വലിയ പൊട്ടത്തരാ. ഇവരെ നന്നാക്കാൻ വേണ്ടി അമ്മ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവരുദ്ദേശിക്കുന്ന എന്താ? വബ്തിഗാഅൽ ഫിത്നതി, നമ്മുടെ മക്കൾ കേടുവരണം, നമ്മുടെ പുതിയ തലമുറത്ത് കേട്ടിട്ട് ഇത് ശരിയെന്നല്ലേ പറയണത് എന്ന് ചെയ്താൻ അവർക്ക് തോന്നിപ്പിക്കും. അതുകൊണ്ട് ഈ ഇഖ്തിലാഫ് നമ്മൾ മനസ്സിലാക്കണം. ഇതേപോലെ ഞാൻ ഈ തൊപ്പിന്റെ കഥ പറഞ്ഞ പോലെയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു മൻ യഅ്ശു മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ശേഷം കുറേ കാലം ജീവിച്ചിരുന്നാൽ നിങ്ങൾ ഒരുപാട് തർക്കങ്ങൾ കാണും ഈ സമുദായത്തിൽ. അപ്പൊ ഈ തർക്കങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ? ആ തർക്കത്തിൽ നിന്ന് രക്ഷപ്പെടണം. നിങ്ങൾ ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫായി റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി, എൻ്റെ ശേഷമുള്ള ഖുലഫാ റാഷിദുകളുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. അപ്പൊ എന്തൊക്കെ മുറുകെ അല്ലു അലൈഹാ ബിൻ നവാജിദി, അതൊരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞ അവിടെ. കാരണം മുൻപല്ല് കൊണ്ട് പഠിച്ചു പിടിച്ചാൽ വലിച്ചാൽ പല്ലോട് കൂടി അങ്ങോട്ട് പോകും ചിലപ്പോ. അപ്പൊ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്നാണ് ആര് പറഞ്ഞ്? റസൂലുള്ളാഹി പറഞ്ഞു. എന്തൊക്കെ
ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് റസൂലുള്ളാഹിന്റെ സുന്നത്തും സുന്നത്തി വ സുന്നത്തിൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി, എൻ്റെ ശേഷമുള്ള ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് ആര് പറഞ്ഞു? അല്ലേ? ഈ ഹദീസ് നിങ്ങൾ പലപ്പോഴും കേട്ടതല്ലേ? ഇതിൽ എത്ര കാര്യങ്ങൾ പിടിക്കാനാണ് റസൂലുള്ളാഹി പറഞ്ഞത്? 2 അല്ലേ? ഈ 2 വഹാബികൾ സമ്മതിക്കണില്ല. പക്ഷെ പച്ചയ്ക്ക് അവർ പറയൂല, ഇതവർ തുറന്നു പറയൂല. അത് തിരിയാനുള്ള അവരെ എതിർക്കാൻ പോകുന്ന മുഖാമുഖത്തിനും മറ്റും പോണ സുന്നി മൗലവിമാർക്ക് ഈ അന്തമില്ല. ഇവരിത് രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കുകയാണ്. അവർ പറയുന്ന ശരിക്കെൻ്റെ വാക്ക് ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ വിശ്വാസദീപ്തി എന്നാണ് അതിൻ്റെ മലയാള പരിഭാഷ, പുസ്തകത്തിൻ്റെ പേര്. അതിലുള്ളത് നോക്കി, സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സാങ്കേതികമായി പറഞ്ഞാൽ നബിയും സഹാബികളും ഉൾക്കൊണ്ടതായ വിശ്വാസ കർമ്മങ്ങൾ എന്നതാണ്. നബി ഒറ്റയ്ക്ക് സുന്നത്തല്ല, ഖുലഫാഉർ റാഷിദുകൾ ഒറ്റയ്ക്ക് സുന്നത്തല്ല. പിന്നെന്ത് വേണം? നബിയും സഹാബികളും ഉൾക്കൊണ്ടതായ വിശ്വാസ കർമ്മങ്ങൾ. ഇതെന്തിനങ്ങനെ പറയണത് നിങ്ങൾക്ക് മനസ്സിലായോ? നബിദിനത്തിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല. ജുമാന്റെ 1-ാമത്തെ ബാങ്ക് ആരാ തുടങ്ങിയത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നബി ചെയ്തിട്ടില്ല. 10,000-കണക്കിന് സഹാബാക്കൾ ജീവിച്ചിരിപ്പുള്ള കാലത്ത് അത് നടക്കുന്നത്. ഒരു സഹാബി അത് ബിദ്അത്താണ്, കുല്ലി ബിദ്അത്തുൽ ദലാല വ കുല്ലു ദലാലത്തും പിന്നാർ, 1-ാമത്തെ ബാങ്ക് കൊടുത്തവരൊക്കെ നരകത്തിലാണെന്ന് ഒരു സഹാബിയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ വഹാബികൾ പറയണെന്താ? അത് ബിദ്അത്താണ്, സമയമായ ഉടനെ കൊടുക്കണ ബാങ്ക്, 1-ാമത്തെ ബാങ്ക് സമയമായ ഉടനെ കൊടുക്കണ ബാങ്ക് ബിദ്അത്താണ്. അങ്ങനെ ആ ബിദ്അത്ത് ചെയ്താൽ എന്തായി? നരകത്തിലാണ്. അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനും നരകത്തിലാണ്, ആ കാലഘട്ടത്തിലുള്ള സഹാബാക്കളൊക്കെ നരകത്തിലാണ്, ഇക്കാലം വരെയുള്ള മുസ്ലിമീങ്ങളൊക്കെ നരകത്തിലാണ്. കാരണം അവർ 2 ബാങ്ക് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഇത് ഒഴിവാക്കണം അവർക്ക്. അപ്പൊ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്ത് ആര് പിടിക്കൂല? വഹാബികൾ അംഗീകരിക്കൂല. അത് പച്ചയ്ക്ക് അവർ പറയില്ല, അതിന് വളച്ചു കെട്ടി ഇങ്ങനെയാ പറയാ. അത് വാക്കുകൾക്കിടയിലൂടെ പറയണ മനസ്സിലാക്കാൻ നമ്മളെ മൗലവിമാരോട്ട് ശ്രദ്ധിക്കലുമില്ല, മനസ്സിലാക്കലുമില്ല. ഇതിന് ഒന്നിച്ച് കാടടച്ച് മറുപടി പറയാം. അതല്ല ശരി. വിഷയത്തിന്റെ മർമ്മപ്പെടെയുള്ളത് അവർക്ക് ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്ത് വേണ്ട. നബിന്റെ സുന്നത്ത് തന്നെ സുന്നത്താകണമെങ്കിൽ എന്ത് വേണം? പച്ചയിൽ തന്നെ അവരുടെ പുസ്തകങ്ങളിൽ എഴുതിയത് എൻ്റെ കൈവശമുണ്ട്. ഖുർആനിന്റെ പ്രാമാണികതയ്ക്കെതിരിൽ നബി പറഞ്ഞാൽ പോലും അത് തെറ്റാണ്, ബിദ്അത്താണ് എന്ന് പച്ചക്ക് എഴുതിയിട്ടുണ്ട്. മുജാഹിദ് മാസികകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ നബി പറഞ്ഞാലും എന്തു പറയും? അത് ഖുർആനിനെതിരാണ്, അത് ഖുർആനിനെതിരാണ്. നബി ചെയ്തു എന്ന് നമ്മൾ സ്ഥിരപ്പെടുത്തിയാലും അവർ പറയും അത് ഖുർആനിനെതിരായതുകൊണ്ട് പറ്റൂല. അപ്പൊ ഇതാണ് ഇവിടുത്തെ വിഷയം. അവർക്ക് സഹാബാക്കളെ വേണ്ട, സലഫു സാലിഹികളെ വേണ്ട. അതുകൊണ്ട് അവർ ചെയ്യുന്ന തോന്നിയാസം. ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞു, ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു ബാങ്ക്. അതേപോലെ തന്നെ ഇബ്നു തീമിയ അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നത് കാണാം, ഫലമ്മാ ജമാഅഹും ഉമറു റളിയല്ലാഹു അൻഹു അലാ ഉബയ്യ് ഇബ്നു കഅബിൻ കാന യുസല്ലി ബിഹിം 20 റകഅത്തൻ വ യൂത്തിറു ബിസലാസിൻ. മജ്മുഉൽ ഫതാവ, ഇബ്നു തീമിയയുടെ, അതായത് വഹാബികളുടെ ആശയ സ്രോതസ്സായ ഇബ്നു തീമിയയുടെ ഫത്താവയുടെ 23-ാമത്തെ വാള്യം 113-ാമത്തെ പേജിൽ പറയുന്നു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ തറാവീഹ് ഇമാം ജമാഅത്തായി നടപ്പിലാക്കിയപ്പോൾ അവർ നിസ്കരിച്ചത് എത്ര റക്അത്താണ്? 20 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റുവാണെന്ന് ആരാ പറഞ്ഞത്? ഇബ്നു തീമിയ. നമ്മൾ പറയണമെന്നല്ല, ഇബ്നു തീമിയ പറഞ്ഞു. അതെന്താണ് ഇവരിപ്പോ പറയണെന്താ? അത് ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ദലാല വ കുല്ലു ദലാലത്തിൻ ഫിന്നാർ. ഉമർ ഫാറൂഖ് നരകത്തിലാണ്, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നരകത്തിലാണ്, അതിന് കൂടിയ ലക്ഷക്കണക്കിന് വരുന്ന സഹാബാക്കളൊക്കെ നരകത്തിലാണ്, ഇക്കാലം വരെ ചെയ്തു വന്ന മുഅ്മിനീങ്ങളൊക്കെ നരകത്തിലാണ്. എന്തുകൊണ്ട്? തറാവീഹ് 20 റക്അത്താണെന്ന് ഇവർ അംഗീകരിക്കണില്ല. ഉമർ ഫാറൂഖ് ചെയ്തതാണത്, ജമാഅത്തായിട്ട് 20 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു തീമിയ പോലും പറയുന്നു. അവർ അംഗീകരിക്കൂല. എന്തുകൊണ്ട്? സ്വഹാബാക്കൾ എന്ന് പറയുന്നവർ ദീനിൽ അവർക്കൊന്നുമല്ല. ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്ത് അവർ അംഗീകരിക്കുന്നവരല്ല. പക്ഷെ അംഗീകരിക്കൂല എന്ന് പച്ചയ്ക്ക് പറയാൻ അവർക്ക് ഇപ്പൊ ധൈര്യം വന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞാൽ പറയും. അത് കഴിഞ്ഞാൽ ഹദീസും നിഷേധിക്കും, അത് കഴിഞ്ഞാൽ ഖുർആനും യുക്തിക്ക് യോജിക്കാത്തൊക്കെ ഞങ്ങൾ തള്ളുന്നവർ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ പുത്തനാചാരങ്ങൾ. ഇതിപ്പോ പുത്തനാചാരം എന്നാണ് ഇവർ പറയുന്നത്, ബിദ്അത്താണ്. ജുമാന്റെ 1-ാം ബാങ്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വേറെ ഒരുപാടുണ്ട്. ഞാൻ എണ്ണി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് സമയത്തിന്റെ ചുരുക്കം കൊണ്ടാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങള് ബസറയിൽ ആദ്യമായി തുടങ്ങിയ ഒരു ബിദ്അത്ത് ഉണ്ടായിരുന്നു. എന്താ അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ തുടങ്ങുമെന്നും വേണ്ട കേട്ടോ, അത് പോയത് അങ്ങനെ പോട്ടെ, നമ്മൾ പുതിയ ഉണ്ടാക്കാൻ വേണ്ടി പറയണമെന്നല്ല. അറഫ ദിനത്തിന്റെ അന്ന് എല്ലാ മുസ്ലിമീങ്ങളും അസർ കഴിഞ്ഞാൽ ബസറയിലെ പള്ളിയിൽ കൂടുക. ഹജ്ജിന് പോയവർ അവിടെ കൂടൂല അറഫ മൈതാനിയിൽ. അതേപോലെ നാട്ടിലുള്ള മുസ്ലിങ്ങളൊക്കെ അവിടെ കൂടുക, ബസറയിലെ പള്ളിയിൽ കൂടുക. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അസർ കഴിഞ്ഞാൽ മിമ്പറിൽ കയറിയിട്ട് ഖുർആൻ ഇങ്ങനെ വ്യാഖ്യാനിക്കും. മുപ്പര് ഖുർആന്റെ പ്രത്യേക സ്പെഷ്യലിസ്റ്റാണ്. ഖുർആൻ അങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കും, ജനങ്ങൾ അതങ്ങനെ കേൾക്കും. മഗ്രിബ് വരെ അതായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടും. അങ്ങനെ മഗ്രിബി ആകാനാവുമ്പോൾ മൂപ്പര് മിമ്പറിന്ന് ഇറങ്ങും. അങ്ങനെ ജനങ്ങൾ എല്ലാവരും കൂടി മൂപ്പരെ തുടർന്നിട്ട് മഗ്രിബ് നിസ്കരിച്ചിട്ട് പിരിഞ്ഞു പോകും. ഇതിന് തൈരീഫ് എന്നാണ് കിതാബുകളിൽ പറയുന്ന പേര്. മനസ്സിലാവുണ്ടോ? അറഫ സംഗമം എന്ന് നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ എന്ത് പറയാ? അറഫ ദിന സംഗമം. ഹാജിമാർ അവിടെ സംഗമിക്കുമ്പോൾ ഇവിടെ നാട്ടിൽ സംഗമിക്കുക. ഇത് മദീനയിൽ ബസറയിൽ ആദ്യമായി ചെയ്തതാരാ? ആദ്യമായി തുടങ്ങിയ ആൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അന്തർ റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് നീയാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഇബ്നു അബ്ബാസിന് എന്തറിഞ്ഞൂടാ? ദീൻ അറിഞ്ഞൂടാ. ബിദ്അത്ത് ഉണ്ടാക്കിയ ആളാണ്. കുല്ലു ബിദ്അത്തിൻ ലലാല വ കുല്ലു ലലാലത്തിൻ ഫിന്നാർ. മനസ്സിലായോ? സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു തങ്ങൾ ആണ് ഇതേ പരിപാടി കൂഫയിൽ ആദ്യം തുടങ്ങിയതാണ്. സുബൈർ റളിയല്ലാഹു അൻഹു കൂഫയിലെ പള്ളിയിൽ ഇതേ പണി തൈരീഫ് പറഞ്ഞ അറഫാ ദിന സംഗമം തുടങ്ങിയത് സുബൈറാണ്. ഇവരൊക്കെ ആരാ? സ്വഹാബികളാണ്. ഇവർക്കൊന്നും എന്ത് തിരിഞ്ഞിട്ടില്ല? സുന്നത്തും ബിദ്അത്തും തിരിഞ്ഞിട്ടില്ല. പിന്നെ ആർക്കാ തിരിഞ്ഞത്? ഈ അലവലാദികൾക്ക്. ഇബ്നു തൈമിയ പോലും ഈ നബിദിനത്തെയും ഇതുപോലുള്ള കാര്യങ്ങളെയും വിശദീകരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ പോലും പറയുന്നത് കാണാം, ഇങ്ങനെ ഓരോ പുത്തൻ ആചാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? ആരാ ചോദിക്കുന്നത്? ഇബ്നു തൈമിയ. അയാൾ ചോദിക്കാൻ അയാൾക്ക് അന്തണ്ട്, അയാൾ ഓതി പഠിച്ച മനുഷ്യനാ, അയാൾക്ക് വിവരമുണ്ട്, ഖുർആൻ അറിയാ, ഹദീസ് അറിയാ. അയാൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോക്കി. വല്ലാബിത്തു, ഇങ്ങനെ പുതിയ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ പറ്റൂലയോ എന്നതിന് അതിനൊരു അടിസ്ഥാനമുണ്ട്. ഫീ ഹാദ, ഇതിനുള്ള നിർണയം അൻയുകാല പറയപ്പെടലാണ്. ഇന്നന്നാസ, ജനങ്ങള് ലാ യുഹ്ദിസൂന ഷൈഅൻ ഇല്ലാ ലിഅന്നഹും യറൗനഹു മസ്ലഹത്തൻ, സമുദായത്തിനും ദീനിനും ഗുണമുള്ളതല്ലാത്ത ഒരു കാര്യവും മുസ്ലിമീങ്ങൾ പുതുതായി ഉണ്ടാക്കൂല. ആരാത് പറയുന്നത്? ഇബ്നു തൈമിയ പറഞ്ഞാണ്, നമ്മൾ പറയണതല്ല. അയാൾ പറയാ അങ്ങനെ വരൂല. മുസ്ലിമീങ്ങൾ പുതുതായിട്ടൊരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാ ലിഅന്നഹും യറൗനഹു മസ്ലഹത്തൻ, അത് സമുദായത്തിന് ഗുണമായി കാണുന്നത് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് കാരണം ലവിതഖദൂഹു മഫ്സദത്തൻ, നബിദിനാഘോഷം ഒരു നാശമാണ്, അല്ലെങ്കിൽ നിസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന ഒരു നാശമാണ്, അല്ലെങ്കിൽ ജുമഅയുടെ ഒന്നാമത്തെ ബാങ്ക് ഒരു നാശമാണ്, തറാവീഹ് 20 റക്അത്ത് ഒരു നാശമാണ് എന്ന് അവർക്ക് തോന്നിയിരുന്നുവെങ്കിൽ ലം യുഹ്ദിസൂഹു, അവരാരും അതിനെ പുതുതായി ഉണ്ടാക്കാൻ കൂടൂല. ഇത് പുതുതായി ഉണ്ടാക്കിയത് തന്നെയാ. ഇത് നബി ചെയ്തോ മുജാഹിദീങ്ങൾ ചോദിക്കും. അപ്പൊ സുന്നി മൗലവിമാര് കുറെ തലീകെട്ടന്മാർ എന്ത് പറയും? ആ നബി ചെയ്തിട്ടുണ്ട് എന്ന് തെളിവ് പറയും. അതിന് കുറെ തെളിവ് ഉണ്ടാക്കിയിട്ട് വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് പുതിയത് ഉണ്ടായത് തന്നെ. എന്താ കുഴപ്പം? പുതിയത് ഉണ്ടാക്കാം. ഇബ്നു തൈമിയാണ് ഈ പറയുന്നത്. അങ്ങനെ വന്നപ്പോ അദ്ദേഹം പറയാണ്, ഫഹുന, ഇവിടെ ഖദ് യജൂസു, ജായിസാകും, ഇഹ്ദാസു മാ തദ്ഉൽ ഹാജത്തു ഇലൈഹി, ആവശ്യമുള്ള നല്ല കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല, അത് അനുവദനീയമാണ് എന്ന് ഇവിടെ നിന്ന് മനസ്സിലായില്ലേ എന്ന് ആരാ ചോദിക്കുന്നത്? ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിന്റെ 278 പേജിൽ പറയുന്നു. അത്രേ സുന്നികളും ചെയ്തിട്ടുള്ളൂ. ഇത് പുതുതായി ഉണ്ടാക്കിയത് തന്നെയാ. ഹിജറ 500ന്റെ ശേഷം ഉണ്ടായാലും കുഴപ്പമില്ല, ഹിജറ 1000ന്റെ ശേഷം ഉണ്ടായാലും കുഴപ്പമില്ല. ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കണം. ഇപ്പോഴേ പുരോഗതി ഉണ്ടാവുള്ളൂ. 1600 കൊല്ലം 1400 കൊല്ലം മുമ്പ് അങ്ങനെയാണ്, അതുകൊണ്ട് ഇനി ഞങ്ങൾക്കൊന്നും പുതിയത് വേണ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരടിച്ച മതം, പുരോഗതിയില്ലാത്ത മതം, സാംസ്കാരികമായും സദാചാരപരമായും ലോകത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മതം എന്നേ അതിന് പറയൂ. അത് ഇസ്ലാം അല്ല. അതുകൊണ്ടാണ് ഇബ്നു തൈമിയ പോലും ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല,
അത് നബിയുടെ സുന്നത്തായിട്ട് പരിഗണിക്കപ്പെടുന്ന അയാൾ പറയുന്നത്. പുതിയ ബിദ്അത്തൊന്നും അല്ലാതെ അത് നബിയുടെ സുന്നത്ത് തന്നെ. അദ്ദേഹം പറയാ വൽ മുഖ്തദീലിൽ അമലി ഖായിമും ബി സുന്നത്തിഹി. ആ കാര്യം ഒരാൾ പുതുതായി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ? അതിനുള്ള തേട്ടം, അതിനുള്ള സാഹചര്യം, അതിനുള്ള സാഹചര്യം ഖായിമും ബി സുന്നത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ജീവിപ്പിക്കുക എന്നത് തന്നെയാണ്. ഫഅമിലൽ മുസ്ലിമൂന ബിമുഖ്തലാ സുന്നത്തിഹി. അപ്പൊ മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിന്റെ സുന്നത്തിന്റെ തേട്ടം അനുസരിച്ച് ചെയ്തു. ഫദാലിക്കൽ അമലു, ആ പ്രവൃത്തി, മിൻ സുന്നത്തിഹി, അത് റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ പെട്ടത് തന്നെയാണ്. വഇൻ കാന യുസമ്മ ഹാദാ ഫിൽ ലുഗത്തി ബിദ്അത്തൻ, ഭാഷയിൽ അതിന് ബിദ്അത്ത് എന്ന് ആരെങ്കിലും പേര് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും അതെന്താണ്? സുന്നത്ത് തന്നെ. പ്രവർത്തിച്ചാൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതുമാണ് എന്ന് ആര് പറയുന്നു? ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിന്റെ 277 പേജിൽ പറയുന്നു. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാ? ഇബ്നു തൈമിയ്യക്ക് റസൂലുള്ളാഹിൽ നിന്ന് കിട്ടിയതാ. നബി പറയാതെ ഇബ്നു തൈമിയ്യ സ്വന്തം പറഞ്ഞൊന്നുമല്ല. എന്താ റസൂലുള്ള പറഞ്ഞത്? അള്ളാഹിന്റെ റസൂല് പറഞ്ഞ ഹദീസ് വളരെ വ്യക്തമാണ്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ശരിക്കും ശ്രദ്ധിക്കണം എന്താണ് അതിന്റെ ആ വാക്ക്. മൻ അഹദസ, ദീനിൽ മുമ്പില്ലാത്ത പുതിയൊരാചാരം പുതുതായി ഉണ്ടാക്കിയാൽ, നിസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന, അല്ലെങ്കിൽ ജുമാന്റെ ഒന്നാമത്തെ ബാങ്ക്, തറാവീഹിന്റെ 20 റക്അത്ത്, അല്ലെങ്കിൽ നബിദിനം, മൗലൂദ്, ഇതൊരാൾ പുതുതായി ഉണ്ടാക്കിയ, റസൂലുള്ള പറയാ ഫി അംരിന ഹാദാ, നമ്മുടെ മതത്തിൽ പുതുതായി ഉണ്ടാക്കി. എന്തിനെ? മാ ലൈസ മിൻഹു, അതിൽ പെടാത്തതിനെ പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. മനസ്സിലായില്ലേ? മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? ഈ ഹദീസൊക്കെ ഒരുപാട് നിങ്ങൾ കേട്ടതാ, തിരിഞ്ഞിട്ടില്ല. ഇതിന്റെ മർമ്മം അവിടെയല്ല. എന്താ നബി അവിടെ പറഞ്ഞത്? മൻ അഹദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ ദീനിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, മാ ഹുവ മിൻഹു, ദീനിൽ പെട്ടത് പുതുതായി ഉണ്ടാക്കിയത്, എന്റെ വാക്കാട്ടോ, നബി പറഞ്ഞല്ല, ദീനിൽ പെട്ടത് പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ മഖ്ബൂലുൻ. ഈ വാക്കിന്റെ മഫ്ഹൂം മുഖാലഫ. ദീനിൽ പെട്ടത് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് സ്വീകരിക്കപ്പെടും. ദീനിൽ പെടാത്തത് പുതുതായി ഉണ്ടാക്കിയാൽ തള്ളപ്പെടും. മനസ്സിലായോ ഹദീസിന്റെ അർത്ഥം എന്താണെന്ന്? ഇതാണ് ഈ ഹദീസിന്റെ അർത്ഥം. ഇത് ഓതണം, അർത്ഥം വെക്കണ മനുഷ്യന്മാരതൊന്നും ശ്രദ്ധിക്കണില്ല. അപ്പം നാളെ പേരോട് ഈ ഹദീസ് അർത്ഥം വെക്കണ കേട്ടു. പേരോട് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും തിരിയണ ഒരു മോലേരാണല്ലോ. ആ മോലേര് തന്നെ പറയുന്നത് പുതിയതെന്ത് കൂട്ടിക്കൊടുത്താൽ അതൊക്കെ തെറ്റാണ്, അതൊക്കെ തള്ളപ്പെടേണ്ടാണ്, പുതിയ ഒന്നും ദീനിൽ കൂട്ടിക്കൊടുക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട്. എന്താ ഈ റസൂലുള്ള പറഞ്ഞ എന്താ? മാ ലൈസ മിൻഹു എന്നൊരു വാക്ക് അവിടെ ഉണ്ട്. അതിൽ പെടാത്തത് കൂട്ടിക്കൊടുത്താൽ തള്ളണം. അപ്പൊ അതിൽ പെട്ടത് കൂട്ടിക്കൊടുത്താലോ തള്ളാൻ പാടില്ല. ഇത് നബി പറഞ്ഞത് ആർക്ക് തിരിഞ്ഞു? ഇബ്നു തൈമിയ്യക്ക് തിരിഞ്ഞു. അതുകൊണ്ട് അയാൾ പറഞ്ഞ് പുതുതായി ഉണ്ടാക്കിയാൽ അത് സുന്നത്ത് തന്നെയാണ്, അതിന് സുന്നത്തിന്റെ കൂലി കിട്ടും, ആവശ്യമുള്ളതൊക്കെ അങ്ങനെ ഉണ്ടാക്കണം എന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങൾ. റസൂലുള്ളാഹി തങ്ങളുടെ മൗലൂദാണല്ലോ ഇപ്പൊ വിഷയം. ഇപ്പൊ പറയണ പിന്നെന്താണ്? നബിദിനം ആഘോഷിക്കുന്നതിന് കുഴപ്പമില്ല, നബിദിനം കൊണ്ട് കുഴപ്പമില്ല, അത് ആഘോഷമാക്കുന്നതാണ് കുഴപ്പം. ഇപ്പൊ കേൾക്കണാണ്, ആഘോഷമാക്കുന്നതാണ് കുഴപ്പം. മുസ്ലിമീങ്ങൾക്ക് ആകെ 2 ആഘോഷമുള്ളൂ, 2 ഈദേ ഉള്ളൂ. ഈദ് എന്ന് പറയണ്ട, ഇനി ഇബ്നു തൈമിയ്യ പറഞ്ഞ വേറൊരു പേരുണ്ട് അവിടെ. അയാൾ ഈദ് എന്നല്ല പറഞ്ഞത്. നോക്ക് നിങ്ങള്, ഫതഅലീമുൽ മൗലിദി, നബിദിനത്തെ ആദരിക്കലും, വത്തിഹാദുഹു, ആ ദിവസത്തെ മൗസിമൻ, ഒരാഘോഷ ദിവസമാക്കലും. മൗസിമൻ, അവിടെ ഈദ് എന്ന് അയാൾ പറഞ്ഞില്ല, പിന്നെന്ത്? ഒരു മൗസിമാക്കി, ഒരു സന്തോഷത്തിന്റെ ദിവസമാക്കലും. ഖദ് യജ്അലുഹു ബഅദുന്നാസി, വഹാബികളല്ലാത്ത മനുഷ്യന്മാരൊക്കെ അത് ചെയ്യുന്നുണ്ട്. എല്ലാരും ചെയ്യണില്ല, മൂപ്പരെന്നെ പറയാ. ഖദ് യഅമലുഹു, അത് ചെയ്യുന്നുണ്ട് ബഅദുന്നാസി, മനുഷ്യന്മാരിൽ ചിലര്. അതാരാ? സുന്നികൾ തന്നെയാ, വഹാബികളല്ല, ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാ യകൂനു ലഹും, അവർക്കുണ്ട്, ഫീഹി, അതില്, അജ്റുൻ അളീമുൻ, വലിയ പ്രതിഫലമുണ്ട് ആ ചെയ്യുന്നതിന്.
റസൂലുള്ളാഹിന്റെ നബിദിനത്തിന് ആഘോഷമാക്കിയിട്ട് അന്ന് നല്ല ഭക്ഷണവും ചോറും പത്തിരിയും ഇറച്ചിയും നല്ല വസ്ത്രമൊക്കെ ധരിക്കുന്നതിനും സ്വലാത്തുകൾ ചൊല്ലുന്നതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയും എന്തുകൊണ്ട്? എന്തിന്? ലി ഹുസ്നി കസ്ദിഹി, ചെയ്യുന്നവന്റെ നിയ്യത്ത് നല്ലതായതുകൊണ്ട്. റസൂലുള്ളാഹിനോടുള്ള മഹബത്തിന്റെ പേരിലാണല്ലോ. വ തഅലീമിഹി ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളെ അവൻ ആദരിക്കുന്നത് കൊണ്ടും അവന് വലിയ പ്രതിഫലമുണ്ട് എന്ന് ഇഖ്തിലാഉ സിറാത്തിന്റെ 297 പേജിൽ ഇബ്നു തീമിയ പറയുന്നത് കാണാം. അപ്പൊ വിവരമുള്ളവർക്ക്, ഖുർആനും ഹദീസും ഒക്കെ പഠിച്ചവർക്കൊക്കെ നബിദിനം എന്താണെന്നും അതേപോലെയുള്ള കാര്യങ്ങളുടെ അടിത്തറ എന്താണെന്നൊക്കെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്, മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. പക്ഷെ അല്ലാഹു തആല ഫീ ഖുലൂബിഹിം മറളുൻ, ഖൽബിൽ കേടുണ്ട് എന്ന് പറഞ്ഞ ആ വിഭാഗത്തിന് അത് മനസ്സിലാവൂല. അവരോട് വൈദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ഖുർആൻ പറയ ലാ തുഫ്സിദു ഫിൽ അർള്, നിങ്ങൾ റബീഉൽ അവ്വൽ മാസത്തിൽ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കരുത്. അത് കൊണ്ടുപോകണവർ നടത്തുന്നവർ നടത്തിക്കോട്ടെ, മൗലിദ് ഓതുന്നവർ ഓതിക്കോട്ടെ, നിങ്ങളായിട്ട് പിത്തൻ ഉണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ കാലു, അവർ പറയും, ഇത് അവർക്ക് വേണ്ടി അല്ലാഹ് ഇറക്കിയ ആയത്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇതിന്റെ അർത്ഥം അതാണ്. കാലു, അവർ പറയും, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്. അത് അവർക്കിട്ട പേരാ, നമ്മട്ട പേരല്ല. അവരുടെ മാസികന്റെ പേര് അൽ ഇസ്ലാഹ് എന്നായിരുന്നു. ഇസ്ലാഹി പ്രസ്ഥാനം എന്നാണ് അവർ പറയുന്നത്. ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ എന്നാണ് അവർ പറയുന്നത്. സ്വലഹ എന്ന് പറഞ്ഞാൽ ലൂസ് മോഷൻ ആയി എന്നൊക്കെ വാക്കിന്റെ അർത്ഥം. ആ സീനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്വലഹയാണ് ഖുർആനിൽ അവർ ഉപയോഗിക്കുന്നത്, സീനാണ് അതിന് പേര്, അതിന്റെ അർത്ഥം വേറെയാണ്. ഏതാവട്ടെ, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനക്കാരാണെന്ന് അവർ പറയാം. സത്യത്തിൽ അല്ലാഹു തആല പറയുന്നു, അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന, അവരാണ് ഫസാദ് ഉണ്ടാക്കുന്നവര്, അവരാണ് നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നവര്, അവരാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവര്, അവരാണ് സൽക്കർമ്മങ്ങളെ ഇല്ലാതാക്കുന്നവര്. അവരെ സംബന്ധിച്ചിടത്തോളം വലാകിൻ ലാ യശ്ഉറൂൻ, അവർക്കത് തിരിയാനുള്ള ബുദ്ധി അല്ലാഹ് കൊടുത്തിട്ടില്ല. കാരണം കൽബിന് രോഗം, അവരുടെ മനസ്സിന് രോഗം ബാധിച്ചിരിക്കുകയാണ്. ഇനി പുറത്ത് കൂടെ എന്ത് കാട്ടിയാലും ഉള്ളുന്ന ആ രോഗം പോകാതെ അവർക്ക് ഈമാൻ ശരിയാകൂല, അവരുടെ അമലും ശരിയാകൂല. അല്ലാഹു തആല അത്തരം വൃത്തികളിൽ നമ്മളെയൊന്നും പെടുത്താതെ അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദീനാ വലി ഉമ്മഹാത്തിനാ വലിയ